പത്തരമാറ്റ് എന്ന സീരിയൽ ഗംഭീരമായ ട്വിസ്റ്റുകളുമായി മുന്നേറുകയാണ്. അധികം താമസിയാതെ പ്രേക്ഷകർ കാണുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അനന്തപുരി തറവാട്ടിൽ പ്രതിസന്ധികൾ ഓരോ ദിവസവും അണയാതെ സൂക്ഷിച്ചു മുൻപോട്ട് കൊണ്ടുപോയ ദേവയാനി ഇപ്പോൾ അനാമികയും അമ്മയും കലക്കിക്കൊടുത്ത വിഷം കുടിച്ച് ആശുപത്രിയിലായിരിക്കുന്നു. അതുമാത്രവുമല്ല, ദേവയാനിയുടെ ബ്ലഡ് മുഴുവനും നീക്കം ചെയ്തിട്ട് പുതിയ ബ്ലഡ് കയറ്റിയില്ലെങ്കിൽ ജീവിച്ചിരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ താൻ മരണത്തോട് മല്ലടിക്കുകയാണ്. പണം ധാരാളമുണ്ടെങ്കിലും ദേവയാനിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് അനന്തപുരി തറവാടിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ദേവയാനിയുടെ രക്തം വളരെ റയറാണ്. 1000-ൽ ഒരാൾക്ക് പോലും അപൂർവമായി മാത്രം ഉണ്ടാകാറുള്ള AB നെഗറ്റീവ് ബ്ലഡിന്റെ ഉടമയായ ദേവയാനിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പ് ലഭ്യമാക്കുക എന്നുള്ളത് അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിന്റെ ICUവിൽ കിടക്കുന്നു. അനന്തപുരി തറവാട്ടിലെ ഓരോരുത്തരും അങ്കലാപ്പിൽ പരക്കം പാച്ചിൽ നടത്തുന്നു. ഈ സമയത്ത് വേണുവിന്റെ നിർദ്ദേശപ്രകാരം രേവതിയും അനാമികയും ദേവയാനിയെ കാണുവാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തുകയാണ്. വേണു പ്രത്യേകമായി നിർദ്ദേശിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ പോയി ദേവയാനിയെ കാണുകയും അപ്പോൾ തന്നെ ദേവയാനിയെ കൊല്ലുവാൻ വേണ്ടി നയന പ്ലാൻ ചെയ്ത് പാലിൽ വിഷം കലക്കി നൽകിയതാണ് എന്നുള്ളത്. പറ്റുമെങ്കിൽ ദേവയാനിയെയും ഒപ്പം അനന്തപുരിയിലെ മറ്റുള്ള ആൾക്കാരെയും ബോധ്യപ്പെടുത്തണം. അതുമാത്രവുമല്ല, സ്നേഹം അഭിനയിച്ച് അവരെയൊക്കെ പാട്ടിലാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ തുടർന്ന് അനാമികയ്ക്ക് അവിടെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതിൻ പ്രകാരം അമ്മയും മകളും കൂടി ആശുപത്രിയിലേക്ക് എത്തുന്നു. ആശുപത്രിയിലേക്ക് അവർ എത്തുമ്പോൾ ആദ്യം കാണുന്നത് അനിയെയാണ്. അനിയോട് വിവരങ്ങളൊക്കെ തിരക്കുമ്പോൾ വിശദമായിട്ട് അനി കാര്യങ്ങളൊക്കെ രേവതിയോട് പറയുന്നുണ്ട്. അതായത് വലിയമ്മയുടെ ശരീരത്തിലെ രക്തം മുഴുവനും മാറ്റിയിട്ട് പകരം രക്തം കയറ്റണം, ഇല്ലായെങ്കിൽ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അത് സാരമായി ബാധിക്കും. ഒരുപക്ഷെ മരണത്തിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ വലിയൊരു പ്രശ്നം വലിയമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റയറായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. 1000-ൽ ഒരാൾക്ക് പോലും അത്തരത്തിലുള്ള ഒരു ബ്ലഡ് ഉണ്ടാകുവാൻ സാധ്യതയില്ല. AB നെഗറ്റീവാണ് വലിയമ്മയുടെ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാരെ അന്വേഷിച്ച് ഞങ്ങളൊക്കെ വളരെ പാടുപെട്ട് പരക്കം പായുകയാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അനാമിക പറയുകയാണ്, അയ്യോ AB നെഗറ്റീവാണോ? എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും AB നെഗറ്റീവ് തന്നെയാണ്. അത് കേട്ടപ്പോഴേക്കും അനിക്കും ആദർശിനും ആദർശിൻ്റെ അച്ഛനുമൊക്കെ വല്ലാത്ത ആശ്ചര്യം തോന്നുകയാണ്. അപ്പോൾ അനി അനാമികയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ വലിയമ്മയുടെ ഈ അവസ്ഥയിൽ നിന്നും വലിയമ്മയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ അനാമിക വിചാരിച്ചാൽ നടക്കുമല്ലോ. നിന്റെ ബ്ലഡ് വലിയമ്മയ്ക്ക് കൊടുത്തുകൂടെ? പക്ഷേ ബ്ലഡ് കൊടുക്കുന്ന കാര്യം അനാമികയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടി പിന്നീട് അനാമിക പല കള്ളങ്ങളും പറയുന്നുണ്ട്. അനാമിക പറയുകയാണ്, ഈ അടുത്ത സമയത്ത് തനിക്കൊരു വൈറൽ ഫീവർ വന്നിരുന്നു പോലും. അതോടുകൂടി തൻ്റെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ബ്ലഡ് കൊടുക്കുവാൻ കഴിയില്ല. ഒടുവിൽ രേവതി അനാമികയെ ഉപദേശിക്കുകയാണ്, മോളെ, അനന്തപുരി തറവാട്ടിലെ മുഴുവൻ ആൾക്കാരെയും കൈക്കലാക്കുവാനും ഇനി ഒരിക്കലും അവിടെ നിന്നും ആരും നിനക്കെതിരെ സംസാരിക്കാതിരിക്കുവാനും നിനക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് രക്തം നീ നൽകിയത് കൊണ്ട് നീ ചത്തുപോകത്തൊന്നുമില്ല. അതിൽ കൂടി നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നേട്ടങ്ങൾ നമ്മൾ കരുതുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ അതിലൂടെ നമ്മുടെ അധികാരം അനന്തപുരിയിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. പിന്നീട് ആര് വിചാരിച്ചാലും നമ്മളെ അവിടെ നിളക്കുവാൻ കഴിയില്ല. അമ്മ ഇതൊക്കെ പറഞ്ഞിട്ടും അനാമികയ്ക്ക് ഒരു ചലനവുമില്ല. തുടർന്ന് ഇരുവരും കൂടി ICUവിലേക്ക് ദേവയാനിയെ കാണുവാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ദേവയാനിയുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനേക്കാൾ അധികം നയനയ്ക്കെതിരായി സംസാരിക്കുവാനാണ് ഇരുവരും സമയം കണ്ടെത്തിയത്. സുബോധം നഷ്ടപ്പെട്ട് മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന ദേവയാനിയെ കണ്ടിട്ട് അവർ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന രീതിയിൽ നയനയാണ് ഈ ക്രൂരത ചെയ്തത്, അവൾ പാലിനകത്ത് വിഷം കലർത്തി അത് നൽകിയതുകൊണ്ടാണ് ദേവയാനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ കിട്ടിയ സമയം കൊണ്ട് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. അതേ അമ്മേ, ഇളയമ്മയോടുള്ള അടങ്ങാത്ത പക നിമിത്തം അവൾ തന്ത്രപരമായി ഇളയമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി നൽകിയതാണ്. ഇളയമ്മയില്ലാതെയായാൽ അനന്തപുരിയിലെ മറ്റുള്ള എല്ലാ ആൾക്കാരെയും വരുതിയിലാക്കുവാൻ കഴിയുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ സംഗതികളൊക്കെ ICUവിൽ നടക്കുന്ന സമയത്ത് പുറത്ത് ആദർശ് ഫോണിൽ അനേകരെ ബന്ധപ്പെടുകയാണ് AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടി. ഇത് കണ്ടുകൊണ്ട് നയന ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ആദർശേട്ടൻ വിഷമിക്കണ്ട, AB നെഗറ്റീവ് ബ്ലഡുള്ള ഒരാളെ എനിക്കറിയാം. നമുക്ക് കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ റെഡിയാക്കാം. ഇത്രയും നയന പറഞ്ഞപ്പോഴേക്കും ആദർശ് ഞെട്ടലോടുകൂടി ചോദിക്കുകയാണ്, ആരാണ്? ഞാൻ പരിചയമുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇതുവരെ ഒരു സൂചന പോലും AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളിനെ കുറിച്ചും ലഭിച്ചില്ല. പിന്നെ നിനക്കങ്ങനെ ലഭിച്ചു? നിന്റെ കൂട്ടുകാരെങ്കിലും AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ടോ? മാത്രവുമല്ല, അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആർക്കാണോ അവർക്ക് കാര്യമായ രോഗങ്ങളൊന്നും ഉണ്ടാകുവാനും പാടില്ല. അങ്ങനെയുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ
നമുക്കവരെ ഒന്ന് ബന്ധപ്പെടാം. ആരാണത്? അപ്പോൾ നയന പറയുകയാണ്, മറ്റാരുമല്ല ആദർശേട്ടാ, ഞാൻ തന്നെയാണ്. അമ്മയ്ക്ക് എത്രത്തോളം രക്തത്തിന് ആവശ്യമുണ്ടോ അത്രയും രക്തം എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തോളൂ. എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല. അതുകൊണ്ട് ഇനി ബ്ലഡിന് വേണ്ടി ആദർശേട്ടൻ പരക്കം പായണ്ട. ഇപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞോളൂ, ഞാൻ ബ്ലഡ് കൊടുക്കുവാൻ തയ്യാറാണ്. ആദർശ് ഒരു സ്വപ്നം കാണുന്നത് പോലെ നയനയുടെ മുഖത്ത് പരിഭ്രമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സന്തോഷം സഹിക്കാൻ കഴിയാതെ, ഞാൻ ഇപ്പോൾ തന്നെ ഡോക്ടറോട് പറയട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറുടെ മുറിയിലേക്ക് ഓടുകയാണ്. എന്നിട്ട് ഡോക്ടറോട് ആദർശ് പറയുകയാണ്, ഡോക്ടർ, ഞാൻ പല വഴിയിൽ അന്വേഷിച്ചു, പക്ഷെ ഒന്നും സാധ്യമായില്ല. എന്നാൽ ഒടുവിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ AB നെഗറ്റീവ് ബ്ലഡുള്ള ഒരാളിനെ കണ്ടെത്തി. അത് മറ്റാരുമല്ല ഡോക്ടർ, എൻ്റെ ഭാര്യ തന്നെയാണ്, നയന. ഇത് കേട്ടിട്ട് ഡോക്ടർ പറയുകയാണ്, ആഹാ, അത് ശരി. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളെല്ലാം എളുപ്പമായല്ലോ. അപ്പോൾ ഉടൻ തന്നെ നയനയോട് ബ്ലഡ് ബാങ്കിലേക്ക് വന്നോളാൻ പറയൂ. മരുമകളുടെ ബ്ലഡ് തന്നെ അമ്മായിയമ്മയുടെ ശരീരത്തിൽ കയറട്ടെ. അതാകുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കുറച്ചുകൂടി ആഴമുണ്ടാകുമല്ലോ. തുടർന്ന് കാണുന്നത് ആദർശ് നയനയോട് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുവാൻ ഡോക്ടർ തന്നെ വിളിച്ചു എന്ന് പറയുകയും നയന ദേവയാനിക്ക് വേണ്ടി തൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെയാണ്. ഇത് ഒരു കഥയായതുകൊണ്ട് ആ ഒരു സെൻസിൽ മാത്രമായിരിക്കണം പ്രേക്ഷകർ ഇതിനെ കാണുക. ദേവയാനിയുടെ ശരീരത്തിലെ രക്തം മുഴുവൻ മാറ്റണം, എന്നിട്ട് പുതിയ രക്തം കയറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ശരീരത്തിലെ മുഴുവൻ രക്തവും കയറ്റിയെങ്കിൽ മാത്രമേ മറ്റേയാളിന് ജീവിച്ചിരിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുമ്പോൾ നയനയുടെ ജീവൻ അപകടത്തിലാകില്ലേ? ഒരു കുപ്പി ബ്ലഡ് മാത്രം കൊടുത്തത് കൊണ്ട് ദേവയാനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ലല്ലോ. ഒരാളുടെ ശരീരത്തിൽ മിനിമം 6-7 ലിറ്റർ ബ്ലഡ് ഉണ്ട്. അത്രയും രക്തം തന്നെ നയന കൊടുത്തെങ്കിൽ മാത്രമേ ദേവയാനിക്ക് ജീവനിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ, ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ നയനയുടെ കാര്യം അപകടത്തിലാകും. സ്വാഭാവികമായും പ്രേക്ഷകരുടെ ഉള്ളിൽ വരുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ കഥയിൽ ചോദ്യമില്ലാത്തത് കൊണ്ട് കഥ വീണ്ടും മുൻപോട്ട് കടക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തോടുകൂടി ദേവയാനിയെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ നയനയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകം, അത് താൻ ഏറ്റവും അധികം വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്ന തൻ്റെ മരുമകൾ നയനയാണ് എന്ന് ദേവയാനി അറിയുന്നുമില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുകയാണ് ദേവയാനി. മാരകമായ വിഷം ഉള്ളിൽ ചെന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ദേവയാനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദേവയാനി പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. കിടക്കയിൽ തന്നെയാണ്, കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്, സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ശരീരത്തിൻ്റെ അവയവങ്ങൾ ചലനമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ്, പെട്ടെന്നൊന്നും ദേവയാനിക്ക് പഴയ നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. ചിലപ്പോൾ ആഴ്ചകളോ അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോ ഈ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുവാൻ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ 2-3 മാസം കിടക്കയിലായിരിക്കുമ്പോൾ തന്നെ പരിചരിക്കുവാൻ ഒരു വ്യക്തി ആവശ്യമാണ്. അതുകൊണ്ട് ഇതിനൊക്കെ സർവ്വസമ്മതയായിട്ടുള്ള ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ എത്രയും വേഗം അറേഞ്ച് ചെയ്യണം. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദർശ് തലകുലുക്കി സമ്മതിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് നയന ആദർശിനോട് ചോദിക്കുകയാണ്, ആദർശേട്ടാ, എന്തിനാണ് അമ്മയെ നോക്കുവാൻ വേണ്ടി പ്രത്യേകിച്ചൊരു ഹോം നേഴ്സ്? ഞാനില്ലേ ഇവിടെ? എൻ്റെ അമ്മയെ ഞാൻ നോക്കുന്നത് പോലെ ആദർശേട്ടൻ്റെ അമ്മയെയും ഞാൻ നോക്കും. കാരണം എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ ആദർശേട്ടൻ്റെ അമ്മയും കാണുന്നത്. അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഭംഗിയായി ചെയ്തു കൊടുത്തുകൊള്ളാം. അതിനുവേണ്ടി ആരും അനന്തപുരിയിലേക്ക് ജോലിക്കാരെ വിളിക്കണ്ട. അങ്ങനെ അനന്തപുരിയിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയെത്തിയ ദേവയാനി തുടർന്ന് നയനയുടെ പരിചരണത്തിൻ്റെ കീഴിൽ മുൻപോട്ട് ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. നയന തനിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ മെല്ലെ ദേവയാനി കണ്ണു തുറക്കുകയാണ്. അങ്ങനെ ദേവയാനി കണ്ണു തുറന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ നല്ല സൂചനകൾ നൽകിയ ഒരു ദിവസം ജയൻ തൻ്റെ കിടക്കക്കരികിൽ വന്നിരുന്നു കൊണ്ട് തനിക്ക് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിരുന്നു. നീ ഇനിയും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ചിന്ത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു, AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. ആ റയർ ഗ്രൂപ്പ് അന്വേഷിച്ച് ഞങ്ങൾ ഒത്തിരി അലഞ്ഞു. പക്ഷേ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ. അത് നമ്മുടെ നയനമോൾ തന്നെയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ദേവയാനി ഒന്ന് ഞെട്ടുന്നത് കാണുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ള ബ്ലഡ് നയനയുടെ ശരീരത്തിൽ നിന്നുമാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞത്. അത് വലിയൊരു ഈശ്വരാനുഗ്രഹമായി തന്നെ കാണണം. നയനമോളില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തായിരുന്നു സംഭവിക്കാൻ പോവുക എന്ന് ഇപ്പോൾ കൃത്യമായി പറയുവാൻ കഴിയില്ല. നയന രക്തം നൽകുവാൻ തയ്യാറായതുകൊണ്ടാണ് നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. തനിക്ക് ഒരു പുനർജന്മം ലഭിച്ചിരിക്കുന്നുവെന്നും അതിൻ്റെ പ്രധാന കാരണക്കാരി താൻ ഏറ്റവും അധികം വെറുക്കുകയും ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത തൻ്റെ മരുമകളായ നയന തന്നെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ദേവയാനിയുടെ ഹൃദയം തകരുകയാണ്. തൻ്റെ ഉള്ളിൽ നിന്നും പകയും വെറുപ്പും എല്ലാം അപ്രത്യക്ഷമാകുന്നു. തുടർന്ന് തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും താൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്.
ദിവസങ്ങൾ മുൻപോട്ട് പതിയെ നീങ്ങുവാൻ തുടങ്ങി. ഇതിനിടയിൽ ദേവയാനി ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്നൊരു ചിന്ത ആ വീട്ടിലെ മറ്റു പലരുടെയും ഉള്ളിൽ കയറിക്കൂടി. ഒരു തളർവാദ രോഗിയെപ്പോലെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ കണ്ണുകളടച്ച് ദേവയാനി എല്ലായ്പ്പോഴും കിടക്കയിൽ അഭയം പ്രാപിച്ചതോടുകൂടി ആ വീടിൻ്റെ തുടർന്നുള്ള അധികാരം ഏറ്റെടുക്കുവാൻ പലരും മത്സരിക്കുവാൻ തുടങ്ങി. മാത്രവുമല്ല, പ്രതികരണശേഷിയില്ലാതെ കിടക്കുന്ന ദേവയാനിയുടെ മുൻപിൽ നിന്നുകൊണ്ട് മുനവച്ച വർത്തമാനങ്ങളും കുത്തുവാക്കുകളും ഇത്രയും കാലം തൻ്റെ നിഴല് പോലെ നടന്ന ജാനകിയും ജലജയും അനാമികയും ഒക്കെ പറയുവാനും തുടങ്ങി. അപ്പോഴാണ് സത്യത്തിൽ അവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്നുള്ളത് ദേവയാനി തിരിച്ചറിയുന്നത്. ഇത്തരത്തിലുള്ളൊരു അപകടം ദേവയാനിക്ക് വരുവാൻ കാരണം അത് ദൈവത്തിൻ്റെ കോപമാണ്. ആദർശനെ നിർബന്ധിച്ച് വ്രതമെടുപ്പിക്കുകയും മല ചവിട്ടിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ അയ്യപ്പൻ മനസ്സിൽ കുറിച്ചതാണ് ഏട്ടത്തിക്ക് അതിനുള്ള ശിക്ഷ നൽകണമെന്ന്. എന്തായാലും കിട്ടേണ്ടത് ഏട്ടത്തിക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സംസാരമെല്ലാം കണ്ണുകൾ അടച്ചു കിടക്കുന്ന ദേവയാനി കേൾക്കുകയാണ്. മാത്രവുമല്ല, നയനയെ കഴിവിൻ്റെ പരമാവധി ഈ സമയത്ത് അവർ ഉപദ്രവിക്കുവാൻ അവസരം നോക്കി നടക്കുകയും കിട്ടുന്ന ഓരോ അവസരങ്ങളും നന്നായി മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ദേവയാനി നന്നായി മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുകയാണ്. പക്ഷെ ഒന്നിനും കഴിയാതെ നിസ്സഹായയായി കട്ടിലിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. എങ്കിലും തൻ്റെ ഉള്ളിൽ നയനയോടുള്ള സ്നേഹം ഓരോ ദിവസം പോകും തോറും കൂടിക്കൂടി വരികയാണ്. നയന വെറും പാവമാണെന്നും അവൾ ഈ കുടുംബത്തിൻ്റെ വിളക്കാണെന്നും അവളില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ജീവിതം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു എന്നുമൊക്കെ ചിന്തിച്ച് ദേവയാനി ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പുതിയൊരു ജീവിതത്തെ സ്വപ്നം കാണുകയാണ്. എല്ലാം തിരുത്തി പുതിയൊരു നിലവാരത്തിലേക്ക് എത്തുക എന്നുള്ളത് താൻ അതിയായി ആഗ്രഹിക്കുവാൻ തുടങ്ങി. മാത്രവുമല്ല, ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും ആത്മാർത്ഥമായി ദേവയാനി ദൈവങ്ങളോട് മാപ്പ് പറയുകയാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയാൽ ഒരു പുതിയ വ്യക്തിയായി താൻ മാറും എന്നുള്ള ഒരു തീരുമാനം ദൈവങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയായി ദേവയാനി ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അർപ്പിക്കുകയാണ്. എന്തായാലും ദേവയാനിയുടെ പ്രാർത്ഥന ഒടുവിൽ ഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി മറ്റുള്ളവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ദേവയാനി പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. പിടിച്ചു നടക്കുകയും സംസാരിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. തൻ്റെ പഴയ ആരോഗ്യം താൻ വീണ്ടെടുക്കുവാൻ തുടങ്ങി. പക്ഷെ ദേവയാനി ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയത് ജലജയ്ക്കും ജാനകിക്കുമൊക്കെ കടുത്ത അസംതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടാക്കി. അവർ പരസ്പരം കൂടുമ്പോഴൊക്കെ അടക്കം പറയുന്നുണ്ട്, ആ നയനെ ഒറ്റയൊരുത്തി കാരണമാണ് ഏടത്തി ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയത്. അതുപോലെ ആയിരുന്നില്ലേ അവൾ അവരെ പരിചരിച്ചു കൊണ്ടിരുന്നത്? ഇതോടുകൂടി കഴിഞ്ഞു എന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇവിടെയും നയന നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? ഏടത്തിയെ സോപ്പിട്ട് പഴയ നിലവാരത്തിലേക്ക് വീണ്ടും എങ്ങനെയെങ്കിലും കയറിക്കൂടണം. എന്നിട്ട് ഏടത്തിയെക്കൊണ്ട് തന്നെ വീണ്ടും പഴയതുപോലെ നയനയ്ക്കെതിരെ യുദ്ധം ആരംഭിക്കണം. തുടർന്ന് പതിയെ ഓരോരുത്തരും ദേവയാനിക്ക് ചുറ്റും അടുത്തുകൂടുകയും സോപ്പിട്ടുകൊണ്ട് ഓരോരുത്തരും സംസാരിക്കുവാനും തുടങ്ങി. അനാമിക ഒരു ദിവസം ദേവയാനിയുടെ അരികിലേക്ക് ചെന്ന് വളരെ സ്നേഹവും സന്തോഷവും അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതെ വലിയമ്മയുടെ അസുഖങ്ങളെല്ലാം മാറിയല്ലോ, സുഖമായല്ലോ. എൻ്റെ പ്രാർത്ഥനയായിരുന്നു എപ്പോഴും അത്. വലിയമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് ഊണിലും ഉറക്കത്തിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ വലിയമ്മയുടെ ഈ കിടപ്പ് അത് സത്യത്തിൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് വലിയമ്മ കിടക്കുന്ന മുറിക്കകത്തേക്ക് ഞാൻ വരാതിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ മാനസികമായി തകർത്ത് കളയും. അതുകൊണ്ട് വലിയമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. മനസ്സിലെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും വലിയമ്മ ആരോഗ്യത്തിലേക്കും ജീവിതത്തിലേക്കും മടങ്ങിയെത്തണം എന്ന് തന്നെയായിരുന്നു. ഇത് കേട്ടുകൊണ്ട് ജലജയും പറയുകയാണ്, അതേ ഏട്ടത്തി, മോള് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം. ഞാനും ഏട്ടത്തിയുടെ മുറിക്കകത്തേക്ക് അങ്ങനെ വരാതിരുന്നതിൻ്റെ കാരണം എൻ്റെയും മനസ്സിൽ സങ്കടമായിരുന്നു. ഏട്ടത്തിയുടെ ആ പഴയകാല ജീവിതമെല്ലാം ഓർത്തിട്ട് ഇപ്പോഴത്തെ ഈ ദയനീയമായ അവസ്ഥയിൽ ഏട്ടത്തി കിടക്കുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ട് വരാതിരുന്നത്. ഇതൊക്കെ കേട്ടിട്ടും മറുപടികളൊന്നും പറയാതെ ദേവയാനി മൗനമായി നിൽക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, വലിയമ്മയ്ക്ക് അറിയുമോ ആ നയന എത്ര ഭയങ്കരിയാണെന്ന്? ഈ വീട്ടിൽ എല്ലാവരോടും സ്നേഹം അഭിനയിക്കുകയും എല്ലാവരെയും അവൾ തൻ്റെ വശത്താക്കുകയും ചെയ്തു. മാത്രമല്ല, വലിയമ്മയെ കൊല്ലുവാൻ വേണ്ടി അവൾ മനഃപൂർവ്വം പാലിനകത്ത് വിഷം കലക്കി. എങ്ങനെ ഇതൊക്കെ അവൾക്ക് സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ എന്നിട്ടും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോഴും അവളോട് തന്നെയാണ് താല്പര്യം. സത്യം പറയുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലെ കരടാണ്. പക്ഷേ വലിയമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. ആദർശേട്ടൻ്റെയും അവളുടെയും ഹണിമൂൺ ട്രിപ്പ് വലിയമ്മ മുടക്കിയതിൻ്റെ പകയാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യുവാൻ വേണ്ടി അവളെ പ്രേരിപ്പിച്ചത്. പക്ഷേ ദൈവമെല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒടുവിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ അവളുടെ രക്തം കൊണ്ട് തന്നെ അവൾക്ക് വലിയമ്മയെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടി വന്നു. അനാമിക ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാത്തിനും യേസു പറഞ്ഞുകൊണ്ട് ജലജയും കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ്. എന്നിട്ട് ജലജ പറയുകയാണ്, ഏടത്തി അവളെ സൂക്ഷിക്കണം. ഏടത്തിയെ പരിചരിക്കുകയും ഏടത്തിയെ സ്നേഹം പ്രകടിപ്പിച്ച് വലയിലാക്കുകയും ചെയ്യുവാൻ അവൾ ശ്രമിക്കുകയാണ്. അതിൻ്റെ പിൻപിൽ അവൾക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അവളുടെ മനസ്സിലെ ദുഷ്ടത ഏടത്തി കാണാതെ പോകരുത്. ഇപ്പോൾ അവൾ ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെ കാട്ടിയെങ്കിൽ
ഇനി എന്തൊക്കെയായിരിക്കും ഈ വീട്ടിൽ അവൾ കാട്ടിക്കൂട്ടാൻ പോവുക? അടുത്ത ഊഴം ആരുടേതായിരിക്കും? ഹോ, ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുകയാണ് മനസ്സിൽ. ഈ വീട്ടിൽ ഇപ്പോൾ ആർക്കും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ആയിരിക്കുന്നു. ഏതു സമയത്തും ആരുടെ ഭക്ഷണത്തിൽ വേണമെങ്കിലും അവൾ വിഷം കലക്കും. ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി അവർക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. നിർത്തടി, നീയൊക്കെ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ കിടക്കക്കരികിൽ വന്നിരുന്ന് എനിക്കെതിരായി സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരുന്നു. ഞാൻ ചത്ത് കിടക്കുകയൊന്നും ആയിരുന്നില്ല. എൻ്റെ ഉള്ളിൽ നല്ല ബോധമുണ്ടായിരുന്നു. ഇപ്പോഴാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നും നയന ആരാണെന്നും എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി ഒരക്ഷരം നയനയ്ക്കെതിരെ ഈ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും ഉരിയാടിയാൽ അന്ന് ദേവയാനിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. പെട്ടെന്ന് ദേവയാനി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അനാമികയും ജലജയും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. അനന്തപുരി തറവാട്ടിൽ ദീർഘകാലം അധികാരത്തോടും ആഡംബരത്തോടും കൂടി വാഴാമെന്നുള്ള സ്വപ്നങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴുകയാണ്. ദേവയാനി എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. തുടർന്ന് അനന്തപുരിയിൽ വെളിപ്പെടുന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ കൂട്ടായ്മയാണ്. ആദർശും നയനയും ദേവയാനിയും കൂടി അവരുടേതായ ഒരു പുതിയ ലോകം തന്നെ അവിടെ സൃഷ്ടിക്കുകയാണ്. ആ സ്വസ്ഥതയും അവിടുത്തെ സമാധാനവും അവരുടെ ആഘോഷങ്ങളും കണ്ടിട്ട് ഒരു തരത്തിലും സഹിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും വിധത്തിൽ അതിനിടയിൽ വിഷം കലർത്തുവാൻ വേണ്ടി ചതിക്കുഴികൾ വെട്ടിക്കൊണ്ട് ജലജയും ജാനകിയും അനാമികയും എതിർചേരിയിൽ അംഗത്തിനുള്ള പുറപ്പാട് ആരംഭിക്കുന്നു. അതെ, വരുവാനുള്ള എപ്പിസോഡുകളിൽ ഇത്രയും കാലം ദേവയാനിയെ വെറുത്ത പ്രേക്ഷകർ ഇനി തുടർന്ന് ദേവയാനിയെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുകയാണ്. പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന, അവർ കാണുവാൻ ആഗ്രഹിച്ചിരുന്ന നല്ല മുഹൂർത്തങ്ങൾ പത്തരമാറ്റിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. അതിൻ്റെ റിവ്യൂസ് മുന്നമേ കൂട്ടി കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ